ഹലോ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങളുള്ളൂ. അതിന്റെ ഇൻട്രഡക്ഷൻ അതിനുശേഷം വരുന്നുണ്ട്, അതിന്റെ ജേണൽ എൻട്രീസ് ഒക്കെ അതിനുശേഷമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുക. അപ്പം നമുക്ക് ഇന്ന് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പ്രൊമിസറി നോട്ടിന്റെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്നും എന്താണ് പ്രൊമിസറി നോട്ട് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇതിന്റെ ജേണൽ എൻട്രീസ് ഒക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അത് അക്കൗണ്ടൻസി ബേസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിങ്ങിലാണെങ്കിലും പഠിക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞ ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. ഇപ്പൊ NI ആക്ട് എല്ലാവർക്കും അറിയാം. NI ആക്ടിന്റെ വർഷം ഏതാണ്? 1881 അല്ലെ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ 1881 അറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളെ പറഞ്ഞിരുന്നു ഒരുപാട് തവണ പറയും, 4, 5, 6 പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, PBC എന്ന് പഠിപ്പിച്ചതാണ്. പ്രൊമിസറി നോട്ടിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. അതൊരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഡെപ്റ്റർ ആണ് അതിന്റെ ഡ്രോവർ, ഡെപ്റ്റർ ആണ് അതിന്റെ മേക്കർ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തിരിവാണ് ഇവിടെ വരുന്നത്. നമുക്ക് നോക്കാം, ആദ്യം ഡെഫിനേഷൻ നോക്കാം. ഇവിടെ പറയാണ്, അക്കോർഡിംഗ് ടു NI ആക്ട് സെക്ഷൻ 5, NI ആക്ടിലെ സെക്ഷൻ 5 പ്രകാരം A bill of exchange is defined as an instrument in writing. ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് അതും നമ്മുടെ പ്രൊമിസറി നോട്ടും ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആയിരുന്നു. പിന്നെ കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രൊമിസറി നോട്ടും അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പഠിക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് അല്ലെ. അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആയിരുന്നു പ്രൊമിസറി നോട്ടെങ്കിൽ ഇതൊരു ഓർഡറാണ് അല്ലെ. അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷൻസും ഇല്ലാത്ത ഒരു ഓർഡറാണ്. മറ്റു കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. ഇറ്റ്സ് ആൻ ഓർഡർ. എന്താണ്? ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ directing a certain person to pay a certain sum of money only to or to the order of a certain person അല്ലെങ്കിൽ or to the bearer of the instrument. ഇവിടെ പറയുന്നത് എന്താ പറയുക? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആണ്, എഴുതി തയ്യാറാക്കിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ് ഉൾപ്പെടുന്നത് അല്ലെ. ഒരു ഓർഡർ, ഒരു ഉത്തരവാണ്. സൈൻഡ് ബൈ ദ മേക്കർ, ഇതിന്റെ മേക്കർ ഇതിൽ സൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു വ്യക്തിയോട് നിർദ്ദേശിക്കുകയാണ്, ഡയറക്ടിങ് എ സർട്ടൻ പേഴ്സൺ, ഒരു വ്യക്തിയോട് ഇവിടെ നിർദ്ദേശിക്കുകയാണ്. എന്താ നിർദ്ദേശിക്കുക? ടു പേ എ സർട്ടൻ സം ഓഫ് മണി, ഒരു സർട്ടൻ സം ഓഫ്, ഒരു നിശ്ചിത എമൗണ്ട്, ഒരു സർട്ടൻ സം ഓഫ് മണി ആർക്ക് കൊടുക്കണം? ഓൺലി ടു, ഒന്നെങ്കിൽ ഈ ഇതിന്റെ ക്രിയേറ്റർക്ക് അല്ലെ, അല്ലെങ്കിൽ ഇതിന്റെ മേക്കർക്കോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരവ് പ്രകാരം മറ്റൊരാൾക്കോ, അല്ലെങ്കിൽ ആരുടെ കൈവശമാണോ ഈ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് ആ വ്യക്തിക്കോ കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് ഇവിടെ സെക്ഷൻ 5 ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ. നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ തന്നെ എന്നെ തന്നെ ഉദാഹരണം. എൻ്റെ പേര് ഞാൻ വിഷ്ണു. ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ഒരു സുഹൃത്തുണ്ട് വൈശാഖ്. ഞങ്ങൾ 2 സുഹൃത്തുക്കളാണ്. ഓക്കെ, ഞാൻ ഈ വൈശാഖിന്റെ കടയിൽ നിന്ന്, വൈശാഖ് ഒരു എന്താ പറയുക, ഒരു ട്രേഡർ ആണെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെന്നോ ഓർക്കുക. ഞാൻ ഈ വൈശാഖിന്റെ കടയിൽ നിന്ന് ഒരു 50,000 രൂപയുടെ എത്രയാണ്? ഒരു 50,000 രൂപയുടെ പ്രോഡക്റ്റ് ക്രെഡിറ്റിന് വാങ്ങുകയാണ്. എങ്ങനെ മേടിക്കുന്നു? ക്രെഡിറ്റിൽ, കടത്തിൽ മേടിക്കുകയാണ് കേട്ടോ. അതായത് വിഷ്ണു എന്ന് പറയുന്ന ഞാൻ, വൈശാഖ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അവൻ ട്രേഡറാണ്. അവൻ്റെ കടയിൽ നിന്നും ഒരു 50,000 രൂപയുടെ പ്രോഡക്റ്റ് ഓൺ ക്രെഡിറ്റ് കടത്തിൽ മേടിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ആരാടി? ഞാനിവിടെ ഡെപ്റ്ററാണ്. ഞാനിവിടെ ഡെപ്റ്ററും വൈശാഖ് ഇവിടെ ക്രെഡിറ്ററും ആകുന്നു. ശരിയല്ലേ? ഞാൻ ഡെപ്റ്റർ ആകുന്നു, വൈശാഖ് ക്രെഡിറ്ററും ആകുന്നു. ഞാൻ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി വൈശാഖ് എന്ന് പറയുന്ന ഒരു ട്രേഡറിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന്റെ കടയിൽ നിന്നും ഒരു 50,000 രൂപയുടെ പ്രോഡക്റ്റ് ക്രെഡിറ്റിൽ മേടിക്കുന്നു, കടത്തിൽ വാങ്ങി. അങ്ങനെ വരുമ്പോൾ ഞാൻ ഡെപ്റ്ററും വൈശാഖ് ക്രെഡിറ്ററുമാണ് അല്ലെ. നമ്മൾ നേരത്തെ പ്രൊമിസറി നോട്ടിൽ പറഞ്ഞ എന്താണ്? ഡെപ്റ്ററായ ഞാൻ വൈശാഖിന് എഴുതി കൊടുക്കുകയാണ്, വൈശാഖെ
എന്താണ് 3 മാസം കഴിയുമ്പോൾ ഒരു കാലാവധി വെച്ചിട്ട് ഞാൻ നിനക്കോ നീ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ പണം തരാം കേട്ടോ, പൈസ തരാം എന്ന് എഴുതി കൊടുത്തായിരുന്നു പ്രൊമിസറി നോട്ടെങ്കിൽ, അവിടെ പ്രൊമിസറി നോട്ടിൽ ഡെപ്റ്റർ ആണ് മേക്കർ എങ്കിൽ, അല്ലെ ഡെപ്റ്റർ ആണ് ഡ്രോയർ എങ്കിൽ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നേരെ സംഗതി തിരിയും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നേർ വിപരീതമാവും. കാരണം ഇവിടെ ക്രെഡിറ്റർ ആണ് എന്ത് ചെയ്യുക, ബില്ല് ഡ്രോ ചെയ്യുന്നത്, എഴുതുന്നത്, അല്ലെങ്കിൽ മേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുക, ഇവിടെ ക്രെഡിറ്റർ ആണ് ബില്ല് എഴുതുന്നത്. അപ്പൊ വൈശാഖ് എന്ത് ചെയ്യുകയാണ്, വൈശാഖ് ഇവിടെ ഒരു ബില്ല് അങ്ങ് എഴുതും. വൈശാഖ് ബില്ല് എഴുതുന്നത് ഇങ്ങനെയാണ്. വൈശാഖ് വിഷ്ണുവായിട്ടുള്ള എനിക്ക് വേണ്ടി ഒരു ബില്ല് എഴുതുന്നതാണ്. എങ്ങനെ എഴുതുന്നേ നോക്കിയേ, ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആയിട്ട് ഒരു ബില്ല് അങ്ങ് എഴുതും. വൈശാഖ് പറഞ്ഞ ഇങ്ങനെയാണ്, എനിക്കോ, അതായത് വൈശാഖിനോ കേട്ടോ, എനിക്കോ, അല്ലെങ്കിൽ വൈശാഖ് പറയുന്നത് ഞാനല്ല, വൈശാഖ് പറയണേ, എനിക്കോ അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറയുന്ന വ്യക്തിക്കോ, അതായത് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഓർഡർ പ്രകാരം എനിക്കോ, ഞാൻ പറയുന്നയാൾക്കോ, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിക്കോ നീ, അതായത് വിഷ്ണു എന്ന് പറഞ്ഞ ഞാൻ, അല്ലെ, നീ പണം കൊടുത്തിരിക്കണം. അപ്പൊ എന്താണ് പറയുന്നത്, വൈശാഖ് എഴുതുകയാണ്, എനിക്കോ, ഞാൻ പറയുന്നയാൾക്കോ, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്നയാൾക്കോ നീ പണം കൊടുത്തിരിക്കണം, നീ പണം നൽകിയിരിക്കണം, അല്ലെ, നീ പണം എന്താണ് തന്നിരിക്കണം എന്ന് പറയുന്ന ഒരു ഓർഡറാണ്, അല്ലെ, ഒരു ഉത്തരവാണ്. നീ പൈസ തരണം. എനിക്കോ, ഞാൻ പറയുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ നീ പൈസ തരണം, അല്ലെങ്കിൽ നീ പണം തരണം എന്ന് എഴുതുന്ന ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പൊ ക്ലിയർ ആയോ? പ്രൊമിസറി നോട്ടിൽ എങ്ങനെയായിരുന്നു, ഡെപ്റ്ററായി ഞാൻ വൈശാഖ് ഞാൻ നിനക്ക് പൈസ തരാം കേട്ടോ, ഞാൻ നിനക്ക് പൈസ തരാം, നിനക്കോ നീ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ ഇത്ര സമയം കഴിയുമ്പോൾ, അല്ലെ 3 മാസം വെച്ചു, 3 മാസം കഴിയുമ്പോൾ ഞാൻ പണം തരാം. ഇവിടെ വൈശാഖ് ഇവിടെ ബില്ലാകുമ്പോൾ നേരെ തിരിയും. ഓർഡർ, ഉത്തരവാണ്, ഒരു എന്താ പറയാ, ഒരു ഗൗരവത്തിൽ ഒരു ഓർഡർ ഓർത്ത് വെച്ചേക്കാം. എന്താ വൈശാഖ് പറയുന്നത്, എനിക്കോ, ഞാൻ പറയുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഈ ബില്ല് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ നീ പൈസ കൊടുത്തിരിക്കണം, നീ പണം കൊടുത്തിരിക്കണം, 3 മാസം കഴിയുമ്പോൾ നീ പണം കൊടുത്തിരിക്കണം എന്ന് പറയുന്ന ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഓർഡർ, അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ എന്താണെന്ന് നോക്കിയേ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് റൈറ്റ്. വൈശാഖ് ഒരു ബില്ല് അങ്ങ് എഴുതും, അല്ലെ, എന്നിട്ട് അതിൽ എന്താണുള്ളത്, ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ്, നീ പണം കൊടുത്തിരിക്കണം എന്ന് പറയുന്ന ഓർഡറാണ്, സൈൻഡ് ബൈ ദ മേക്കർ. ആ വൈശാഖ് അതിൽ എഴുതി ഒപ്പിടും. ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ, അതായത് ഒരു പ്രത്യേക വ്യക്തിയെ നിർദ്ദേശിക്കുകയാണ്. ആ വ്യക്തി ഇവിടെ ഞാനാണ്. എന്നാ പറയുക നോക്കിയേ, പേ എ സർട്ടൻ സം ഓഫ് മണി, ഇത്ര രൂപ, അല്ലെ, സർട്ടൻ സം ഓഫ് മണി ഇത്ര രൂപ എനിക്കോ, വൈശാഖ് പറയാണ് ഓൺലി ടു, അല്ലെങ്കിൽ ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ, എനിക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആൾക്ക് ഓർഡർ പ്രകാരം എനിക്കോ, ഞാൻ പറയുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഇത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ നീ എന്ത് ചെയ്തിരിക്കണം, 3 മാസം കഴിയുമ്പോൾ പണം തരണം എന്ന് പറയുന്ന ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡറിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് നമ്മുടെ NA ആക്ടിലെ സെക്ഷൻ 5 പറയുന്നത്. ഓക്കെ, സെറ്റായി ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ പറയാണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ബൈ ദ ക്രെഡിറ്റർ അപ്പോൺ ഹിസ് ഡെപ്റ്റർ. ആ ക്രെഡിറ്റർ എഴുതുന്നതല്ലേ, അല്ലെ, ക്രെഡിറ്റർ അല്ലേ എന്ന് പറഞ്ഞില്ലായിരുന്നു, വൈശാഖായിട്ടുള്ള ക്രെഡിറ്റർ ആയിട്ടുള്ള വൈശാഖ് ഒരു ഡെപ്റ്ററിന് വേണ്ടി എഴുതുന്നതാണ്, അല്ലെ, ശരിയല്ലേ? ആ ക്രെഡിറ്ററാണ് എഴുതുന്നത് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത് പറഞ്ഞത്, ബില്ല് മസ്റ്റ് കണ്ടെയ്ൻ എ കൺഫേം ഓർഡർ ടു മേക്ക് എ പേയ്മെന്റ് നോട്ട് ദ റിക്വസ്റ്റ്. അതായത് വൈശാഖ് ഇവിടെ ഓർഡർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, നീ പൈസ കൊടുത്തിരിക്കണം, നീ പണം കൊടുത്തിരിക്കണം എന്നുള്ള ഓർഡർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അല്ലാതെ നീ പണം കൊടുക്കാവോ വിഷ്ണു, നീ പണം കൊടുക്കാവോ, കൊടുക്കണേടാ, കൊടുക്കാവോ എന്നുള്ള ഒരു റിക്വസ്റ്റ് അല്ല, അല്ലെ, ഒരു അപേക്ഷയല്ല, ഒരു ഉത്തരവാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപേക്ഷയല്ല, പിന്നെന്താണ്, അതൊരു ഉത്തരവാണ്, അതൊരു ഓർഡർ ആണെന്ന് ഓർത്ത് വെച്ചു. ഇറ്റ്സ് ആൻ ഉത്തരവ്, ഇറ്റ്സ് ആൻ ഓർഡർ, അല്ലെ, നീ പണം കൊടുത്തിരിക്കണം, നീ പണം, ഗൗരവത്തിൽ പറയാണ്, നീ പണം കൊടുത്തിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ മൂന്നാമതായിട്ടുള്ള അതിന്റെ ഒരു സവിശേഷത, മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, എഴുതി തന്നെ, അല്ലാതെ പറയാൻ പാടില്ല നീ പൈസ കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പോരാ, എഴുതണം, എഴുതി ഒപ്പ് മേടിച്ചിരിക്കണം. ഓക്കെ, എഴുതി ഒപ്പ്. വൈശാഖ് ഇങ്ങനെ ഒരു ബില്ല് എഴുതും, വൈശാഖ് ഒരു ബില്ല് എഴുതിയിട്ട് എൻ്റെ തരും, അല്ലേ? വൈശാഖ് പറഞ്ഞ എങ്ങനെയാണ്, എനിക്കോ, ഞാൻ പറയുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഇത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ 3 മാസം കഴിയുമ്പോൾ ഇത്ര രൂപ നീ കൊടുക്കണമെന്ന് പറഞ്ഞ് വൈശാഖ് ഒരു ബില്ല് എഴുതിയിട്ട്, അപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഓക്കെ, ഞാൻ തരാം എന്നും പറഞ്ഞ് ഞാനത് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അത് ബില്ലാകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? വൈശാഖ് ഒരു ബില്ല് എഴുതുകയാണ്, എനിക്കോ, ഞാൻ പറയുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ 3 മാസം കഴിയുമ്പോൾ നീ പൈസ കൊടുക്കണം, അല്ലേ, കൊടുക്കണം, നീ പൈസ കൊടുക്കണം എന്നും പറഞ്ഞ് ഒരു ബില്ല് എഴുതി തരും.
ഞാൻ ശരി, ഞാൻ കൊടുത്തുകൊള്ളാം, യെസ് ഐ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ടെങ്കിൽ മാത്രമേ അത് ബില്ലാകത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി തരുമ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ സ്വീകരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. അല്ലാതെ അവൻ ബില്ല് എഴുതി ഞാനത് മൈൻഡ് പോലും ചെയ്യുന്നില്ലെങ്കിൽ അത് ബില്ലാകത്തില്ല, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവത്തില്ല. അവൻ അത് എഴുതി കൊണ്ട് തരുമ്പോൾ ഞാനത് ഒപ്പിട്ടെങ്കിൽ മാത്രമേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കും. പിന്നെ പറഞ്ഞത് ഓർഡർ ഷുഡ് നോട്ട് ഹാവ് എനി കണ്ടീഷൻ. വൈശാഖ് പറയാണ് 3 മാസം കഴിയുമ്പോൾ നീ പണം കൊടുക്കണം, അടുത്ത് വേറെ കണ്ടീഷൻ ഒന്നുമില്ല, വേറെ കണ്ടീഷൻ നമുക്ക് വെക്കാൻ പറ്റില്ല. ഓർഡർ ഷുഡ് നോട്ട് ഹാവ് എനി കണ്ടീഷൻ, ഓർഡറിൽ ഒരു കണ്ടീഷൻ കാണില്ല. പിന്നെ പറയുന്നത് എമൗണ്ട് ഷുഡ് ബി ഡെഫിനിറ്റ്. എത്ര രൂപയാണ് ദ എമൗണ്ട് ഷുഡ് ബി ഡെഫിനിറ്റ്. എത്ര രൂപയാണ് എമൗണ്ട്, എത്ര ക്യാഷ് ആണെന്നുള്ളത് ഡെഫിനിറ്റ് ആയിരിക്കണം. ഇത്ര രൂപ അതിൽ കാണിക്കണം കേട്ടോ, എത്ര രൂപയാണെന്ന് ഇതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിൻ്റെ അത് പറഞ്ഞിരിക്കണം. ഡെഫിനറ്റ് ആയിട്ട് എത്ര രൂപയാണെന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, ചുമ്മാ അങ്ങോട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ എത്ര രൂപ എന്ന് അതിൽ കാണിച്ചിരിക്കണം. പിന്നെ പറയുന്നത് ബില്ല് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ഡ്രോയി അല്ലേ. ആ വൈശാഖാണ് ഡ്രോയർ. ഞാൻ പാർട്ടീസിലേക്ക് വരും കേട്ടോ, പാർട്ടീസ് ആരൊക്കെയെന്ന് പറയും അടുത്ത സ്ലൈഡിൽ. അതാണ് ദ ബില്ല് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ദ ഡ്രോയി. വൈശാഖ് ഇതിപ്പോൾ എഴുതിക്കൊണ്ട് വരുമ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഞാൻ തന്നോളാം ഓക്കെടാ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ അവിടെ അക്സെപ്റ്റ്, വൈശാഖ് ഒരു ബില്ല് എഴുതി എൻ്റെ കൊണ്ട്, വിഷ്ണു എന്ന് പറയുന്ന ഡെപ്റ്ററായ എൻ്റെ കൊണ്ട് തരുമ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ഓക്കെ ശരി, ഞാൻ തന്നോളാം, ഞാൻ തന്നു കൊള്ളാമെന്ന് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഒരു തവണ PYQ ആയിട്ട് 1-2 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എ ബില്ല് ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ്. ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അറിയപ്പെടുന്ന പേര് ഡ്രാഫ്റ്റ് ആണ്. ഓക്കെ, ബില്ല് ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ വൈശാഖ് ഒരു പേപ്പർ എഴുതിക്കൊണ്ട് വരുമല്ലോ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ബില്ലാകുന്നത്. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിനെ ഡ്രാഫ്റ്റ് എന്ന് പറയും. ക്ലിയർ ആകുന്നുണ്ടോ? ബില്ല് ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ്. വൈശാഖ ബില്ല് എഴുതി എൻ്റെ കൊണ്ട് തരുമ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ബില്ലായി മാറുക. ഓക്കെ, ഒരു പേപ്പർ എഴുതിക്കൊണ്ട് വരുമല്ലോ, അപ്പം ഞാനത് ഓക്കെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ബില്ലാകത്തുള്ളൂ. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള ബില്ല് എന്തെന്നറിയപ്പെടും? ഡ്രാഫ്റ്റ് എന്നറിയപ്പെടും കേട്ടോ. ബില്ല് ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഈസ് നോൺ ആസ് ഡ്രാഫ്റ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറഞ്ഞിട്ട് ബില്ല് മസ്റ്റ് ഹാവ് ദ സിഗ്നേച്ചർ ഓഫ് ദ ഡ്രോയർ. ഡ്രോയർ എന്ന് പറഞ്ഞാൽ വൈശാഖാണ്, അത് മേക്കർ വൈശാഖാണ്. അപ്പൊ അതിനകത്ത് വൈശാഖിന്റെ ഒപ്പ് വേണം, എൻ്റെ ഒപ്പ് വേണം, എങ്കിൽ അത് ബില്ലായി മാറുള്ളൂ. വൈശാഖ് എഴുതി ഒപ്പിട്ട് എൻ്റെ കൊണ്ട് തന്നുമ്പോൾ ഞാനും അത് അക്സെപ്റ്റ് ചെയ്യും. സാധാരണ രീതിയിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ എന്താണ് വാലിഡ് പീരീഡ് എന്ന് പറയാൻ 3 മാസമാണ്. ഇവിടെ വാലിഡ് പീരീഡ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് 3 months. ഒരു ബില്ലിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. ബില്ലിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഓർത്ത് വെച്ചേക്കുക, ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ ബിൽ ദ ഡ്രോവർ ബിക്കംസ് ദ ഹോൾഡർ. അതായത് ഞാൻ ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വൈശാഖ് അവിടെ ബില്ലിന്റെ ഹോൾഡറായി മാറും. ഓക്കെ, ഇങ്ങനെ ഒപ്പിട്ടിട്ട് വൈശാഖ് കൊണ്ട് പോകും കേട്ടോ. വൈശാഖ് ഒരു ഡ്രാഫ്റ്റ് എഴുതിക്കൊണ്ട് വരും, ഞാനത് ഒപ്പിട്ട് കഴിയുമ്പോൾ അത് ബില്ലാകും. ആ ബില്ലും കൊണ്ട് വൈശാഖ് പോകും. ആ ബില്ലിന്റെ സൂക്ഷിക്കാൻ പറ്റില്ല, വൈശാഖ് ആ ബില്ല് സൂക്ഷിക്കും തെളിവായിട്ട് അല്ലേ. ഞമ്മളെ കൊടുക്കാനുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഫീച്ചേഴ്സ്. നമ്മൾ കൂടുതലും ഇതിന്റെ ജേണൽ എൻട്രീസിലേക്കൊക്കെ വരുമ്പോഴേ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഉണ്ട്. അതായത് ജേണൽ എൻട്രീസ് എഴുതാനുണ്ട്. അപ്പൊ ജേണലിലേക്കൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇപ്പൊ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നത് ക്രെഡിറ്റർ ആണ് അല്ലെ, ഡ്രോൺ ചെയ്യുന്നത് അതൊരു ഓർഡറാണ്. പേയ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഓർഡറാണ്. അത് എഴുതി തന്നെ തയ്യാറാക്കണം. അതിന് മറ്റ് കണ്ടീഷൻസ് ഒന്നും പാടില്ല. എമൗണ്ട് എത്രയാണെന്ന് അതിൽ കാണിച്ചിരിക്കണം. ദ എമൗണ്ട് ഷുഡ് ബി ഡെഫിനിറ്റ്. പിന്നെ പറഞ്ഞിട്ട് ബില്ല് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ഡ്രോ. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണം. വൈശാഖ് എഴുതിക്കൊണ്ട് വരുമ്പോൾ ഓക്കേടാ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്തെങ്കിലേ അത് ബില്ലാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ബില്ല് ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഈസ് നോൺ ആസ് ഡ്രാഫ്റ്റ് കേട്ടോ. ബില്ല് ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഈസ് നോൺ ആസ് ഡ്രാഫ്റ്റ്. ആ ബില്ലിൽ വൈശാഖിന്റെ ഡ്രോവറുടെയും സൈൻ വേണമെന്ന് ഓർത്ത് വെച്ചേക്കുക. സാധാരണയായിട്ട് ബില്ലിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. പിന്നെ ഒരു ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വൈശാഖ് ഡ്രോവർ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഹോൾഡറായി മാറും എന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ടൈപ്സ് ഓഫ് ബില്ലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ടൈപ്സ് ഓഫ് ബില്ലൊക്കെ പഠിക്കാനുണ്ട്, വലിയൊരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഒരു സ്ലൈഡും കൂടെ പഠിക്കാനുണ്ട്, പാർട്ടീസ് ടു ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര പാർട്ടീസ് ഉണ്ടെന്നാണ് പഠിക്കാനുള്ളത്. എത്ര പാർട്ടീസ് ഉണ്ടെന്ന് വെച്ചാൽ 3 പാർട്ടീസ് ഉണ്ട് കേട്ടോ. എത്ര പാർട്ടീസ് ഉണ്ട്? ആ 3 പാർട്ടീസ് ആണ് ബില്ലിൽ വരുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കാം. 3 പാർട്ടീസ് വരും എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, 3 പാർട്ടീസ് ആണ് ബില്ലിൽ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഈ പാർട്ടീസിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ NI ആക്ടിലെ സെക്ഷൻ 7-ലാണ്. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. സെക്ഷൻ 7 ഓഫ് ദ NI ആക്ട് ഡിഫൈൻ പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നിങ്ങൾ ആ ആക്ട് ആ നിയമം നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 7-ലാണ് പാർട്ടീസിനെ കുറിച്ച് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പാർട്ടീസ് ടു ദ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 7-ലാണ് ഓർത്ത് വെച്ചേക്കുക.
നമ്മൾ പഠിച്ചത് പ്രൊമിസറി നോട്ടിൽ 2 പാർട്ടീസ് എന്നാണ് പഠിച്ചത് അല്ലേ? പ്രൊമിസറി നോട്ടിൽ 2 പാർട്ടീസ് എന്നാണ് പഠിച്ചത്. ഇപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എത്ര പാർട്ടീസ് ഉണ്ട്? 3 പാർട്ടി ഉണ്ട്. ഡ്രോവർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. 3 പേരുണ്ട് അല്ലേ? പ്രൊമിസറി നോട്ട് 2 ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് 3 പാർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ വ്യക്തി ഡ്രോവർ, രണ്ടാമത്തെ വ്യക്തി ഡ്രോയി, മൂന്നാമത്തെ വ്യക്തി പേയി. മൂന്നാമത്തെ വ്യക്തി പേയി എന്ന് ഓർത്ത് വെച്ചത്. ഒന്നാമത്തെ വ്യക്തിയാണ് ഡ്രോവർ. ഒന്നുമില്ല, ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് ദി ഡ്രോവർ. ആരാണോ ബില്ല് എഴുതുന്നത്, വൈശാഖല്ലേ ബില്ല് എഴുതുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചത്. വൈശാഖ ഡ്രോവറാണ്. ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ആ ബില്ല് മേക്ക് ചെയ്യുന്നയാള്, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മൾ എന്ന് പറയും ഡ്രോവർ എന്ന് പറയും. ഹി ഈസ് ദ മേക്കർ ഓഫ് ദ ബിൽ. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ മേക്കറും. ബില്ലിന്റെ ഡ്രോവറും മേക്കറും ഇപ്പോഴും ഒരാളായിരിക്കും. പിന്നെ പറയാണ് ഹി ഈസ് ഓൾസോ ദ ക്രെഡിറ്റർ. വൈശാഖ ക്രെഡിറ്റർ ആണ്. കാരണം ഞാൻ വൈശാഖിന് പൈസ കൊടുക്കാനുണ്ട്. വൈശാഖ ക്രെഡിറ്റർ ആണ്, അതുകൊണ്ടാണ് ഹി ഈസ് ദ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പറയുന്നുണ്ട് ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് ദ ഡ്രോവർ. പിന്നെ പറഞ്ഞത് ഹി ഈസ് ദ മേക്കർ ഓഫ് ദ ബില്ല്. പിന്നെ ഹി ഈസ് ഓൾസോ ദ ക്രെഡിറ്റർ. ബില്ലിന്റെ ഡ്രോവർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ് അല്ലെ? ആരാണോ ബില്ല് ഡ്രോ ചെയ്യുന്നത്, ആരാണോ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയെ നമ്മൾ ഡ്രോവർ എന്ന് പറയും. അദ്ദേഹത്തെ നമ്മൾ മേക്കർ എന്നും പറയും, അദ്ദേഹത്തെ നമ്മൾ ക്രെഡിറ്റർ എന്നും പറയും. ഇപ്പൊ ഡ്രോവറിന് 3-4 പേരുണ്ടല്ലേ? ഡ്രോവർ, പിന്നെ എന്താണ് പറയുക, മേക്കർ, പിന്നെ ക്രെഡിറ്റർ. ഡ്രോവർ, മേക്കർ, ക്രെഡിറ്റർ ഇതെല്ലാം ഒരാൾ തന്നെയാണ്. പിന്നെ ദ ലയബിലിറ്റി ഓഫ് ദ ഡ്രോവർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. അപ്പൊ ഇന്നത് ബാധ്യത, ബില്ലിൽ വരുന്ന ബാധ്യത എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ്. പ്രൈമറി ആയിട്ട് വരുന്നത് ഡ്രോയിക്കാണ്. ഓക്കെ, പ്രൈമറി ആയിട്ട് അതിന്റെ ബാധ്യത വരുന്നത് ഡ്രോയിക്കാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ആളാരാണ്? ഡ്രോവർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ ഡ്രോയി ഉണ്ട്. നമ്മൾ പ്രൊമിസറി നോട്ടിൽ ഡ്രോയി ഇല്ലായിരുന്നു അല്ലെ? ഡ്രോവർ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ ആ സന്തോഷമായി കാണും ചില കുട്ടികൾക്ക്. ഇവിടെ ഡ്രോയി ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഡ്രോവർ ആരാണ്? ക്രെഡിറ്റർ ആണ്, മേക്കർ ആണ് അല്ലെ? ബില്ല് എഴുതുന്ന, ബില്ല് ഡ്രോ ചെയ്യുന്ന ആളെയാണ് ഡ്രോവർ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത് പഠിക്കാൻ പോകുന്നത് ഡ്രോയി ആണ്. ഡ്രോയി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ക്രെഡിറ്ററും ഉണ്ട്, ഡെപ്റ്ററും ഉണ്ട്. ക്രെഡിറ്റർ ഡ്രോവർ ആകുമ്പോൾ ഡെപ്റ്റർ ആരായി? ഡ്രോയി ആയി. ഡ്രോവി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് ദ ഡെപ്റ്റർ ഓൺ ഹും ദ ബിൽ ഈസ് ഡ്രോൺ. ആരുടെ പേരിലാണോ ബില്ല് എഴുതുന്നത് അല്ലെ? ആരുടെ പേരിലാണോ ബില്ല് ഡ്രോൺ ചെയ്യുന്നത്, ആ വ്യക്തിയെ നമുക്ക് ഡ്രോയി എന്ന് പറയാം. വൈശാഖ ബില്ല് എഴുതുമ്പോൾ എന്റെ പേരിലല്ലേ? എന്നോട് എന്നാ പറയുന്നത്? എന്നാൽ എനിക്കോ, ഞാൻ പറയുന്ന ആൾക്കോ, അല്ലെങ്കിൽ ഇത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ വിഷ്ണു എന്ന് പറഞ്ഞാൽ നീ പൈസ തന്നിരിക്കണം, നീ പൈസ കൊടുത്തിരിക്കണം എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രോയി ആരാണ്? ഡ്രോയി എന്ന് പറഞ്ഞാൽ ഇതിലെ ഡ്രോവർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഹി ഈസ് ദ പേഴ്സൺ ഹു ഈസ് ഡയറക്റ്റഡ് ടു പേ ദ മണി. പൈസ കൊടുക്കുന്ന വ്യക്തി ആരാണോ അവനെ ഡ്രോവർ എന്ന് പറയാം. സോറി, ഡ്രോയി എന്ന് പറയാം അല്ലെ? ക്യാഷ് കൊടുക്കുന്ന വ്യക്തി, പണം അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ പണം നൽകേണ്ട വ്യക്തി, പണം നൽകുന്ന വ്യക്തി ആരാണോ പൈസ കൊടുക്കുന്നത്, ഹി ഈസ് എ പേഴ്സൺ ഹു ഈസ് ഡയറക്റ്റഡ് ടു പേ ദ മണി. പൈസ പറയുന്നത് അങ്ങനല്ലേ? എന്താണ്? എനിക്കോ, ഞാൻ പറയുന്ന ആൾക്കോ, ഇത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ നീ പണം കൊടുക്കണം. വിഷ്ണു, നീ പൈസ കൊടുത്തിരിക്കണം. സോ എന്താണ് ഇവിടെ? ഡ്രോയി എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെപ്റ്റർ ആണ്. പിന്നെ ഹീസ് ദ പേഴ്സൺ ഹു ഈസ് ഡയറക്റ്റഡ് ടു പേ ദ മണി. പണം കൊടുക്കുന്ന വ്യക്തി ആരാണോ അവനാണ്. ആരാണോ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് ആ വ്യക്തിയെ ഡ്രോയി എന്ന് പറയാം. പിന്നെ ഹി ബിക്കംസ് ദ അക്സെപ്റ്റർ ഓഫ് ദ ബിൽ ആഫ്റ്റർ അക്സെപ്റ്റൻസ്. അതായത് വൈശാഖ ഒരു ബില്ല് എഴുതിക്കൊണ്ട്, ഒരു ഡ്രാഫ്റ്റ് എഴുതിക്കൊണ്ട് വന്ന് ഞാൻ ആ ബില്ല് എഴുതി കഴിയുമ്പോൾ, ഡ്രാഫ്റ്റ് എഴുതിക്കൊണ്ട് വന്ന് ഞാൻ സൈൻ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അവിടെ ആരായി മാറും? അക്സെപ്റ്റർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഹി ബിക്കംസ് ദി അക്സെപ്റ്റർ ഓഫ് ദി ബിൽ ആഫ്റ്റർ അക്സെപ്റ്റൻസ്. അതായത് ആ ഡ്രാഫ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അവിടെ ആരായി മാറും? അക്സെപ്റ്ററായി മാറും എന്ന് ഓർത്ത് വെച്ചേക്കുക. മൂന്നാമത്തെയാണ് പേയി. പേയി എന്ന് പറഞ്ഞാൽ ഈ ബില്ലിന്മേൽ ആർക്കാണോ പണം ലഭിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? പണം ലഭിക്കുന്നത് ആർക്കാണോ ആ വ്യക്തിയായിരിക്കും പേയി എന്ന് ഓർത്ത് വെച്ചേക്കാം. ദ പേഴ്സൺ ഓൺ ഹും ദ ബിൽ എമൗണ്ട് ഈസ് പെയ്ഡ്. ആർക്കാണോ പണം കിട്ടുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇത് പ്രകാരം പൈസ ലഭിക്കുന്നത്, ആർക്കാണോ ലഭിക്കുന്നത്, അതാണ് ആ വ്യക്തിയെ പേയി എന്ന് പറയും. ചില സാഹചര്യങ്ങളിൽ ഡ്രോവർ തന്നെ പേയി ആകും കേട്ടോ. ഓക്കെ, ഈ ഡ്രോവർ തന്നെ പേയി ആകും. അത് ഞാൻ വളരെ വിശദമായിട്ട് പറയും എന്താണ് ആ സാഹചര്യം എന്ന്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കുറച്ച് സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജേണൽ എൻട്രീസും ഉണ്ട്. അത് വരും ക്ലാസ്സിൽ എടുത്തു തരും. ഇപ്പൊ ജസ്റ്റ് പാർട്ടീസ് 3 പേരുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ ഡ്രോവർ, ക്രെഡിറ്റർ ആണ് ഡ്രോവർ, മേക്കർ ആണ് അല്ലെ? ആരാണോ ബില്ല് ഡ്രോ ചെയ്യുന്നത് ആ വ്യക്തിയെ ഡ്രോവർ എന്ന് പറയാം. ആരുടെ പേരിലാണോ ഡ്രോ ചെയ്യുന്നത് ആ വ്യക്തിയെ ഡ്രോയി എന്ന് പറയാം. ആ വ്യക്തിയാണ് പണം കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ടിട്ടുള്ളത്.
അല്ലേ? ആ വ്യക്തിയാണ് അക്സെപ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. അതായത് മൂന്നാമതായിട്ട് പറഞ്ഞത് പേയെ കുറിച്ചാണ്. പേയ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഈ ബില്ലിന്മേൽ പണം കിട്ടുന്നത്, ക്യാഷ് ആരുടെ കയ്യിലേക്ക് വരുന്നു, ആ വ്യക്തിയെ പേയ് എന്ന് പറയാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിന് ബേസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിന്റെ ബേസിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം ടൈപ്സ് ഓഫ് പലതരം ബില്ലുകളുണ്ട് അല്ലെ? ഫോറിൻ ബില്ലുണ്ട്, ഇൻലാൻഡ് ബില്ലുണ്ട്, ട്രേഡ് ബില്ലുണ്ട്, അക്കോമഡേഷൻ ബില്ലുണ്ട്, കുറേ ബില്ലുകൾ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അതുപോലെ തന്നെ ജേണൽ എൻട്രീസ് പഠിക്കാനുണ്ട്. പിന്നെ ബില്ലുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. റിന്യൂവൽ, റിട്ടയറിങ്, ഡിസോണർ, ഹോണർ, ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വരും ക്ലാസ്സിൽ പഠിക്കാം. നോട്ടിങ്, പ്രൊട്ടസ്റ്റ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് പഠിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ കണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കി പോവുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ എടുത്തു തരുന്നതായിരുന്നു. ആരും ഒരു സംശയം വേണ്ട. വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടണ്ടേ നിങ്ങൾക്ക് പെട്ടെന്ന്. അപ്പം നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വിജയിക്കാം. ഓക്കെ, താങ്ക് യു.